കോവളത്ത് പ്രതീക്ഷിച്ചതുപോലെ UDF മികച്ച വിജയം നേടുമ്പോൾ വാമനപുരം, എലത്തൂർ, ഇരവിപുരം, ഷൊർണൂർ, ഒറ്റപ്പാലം LDF കോട്ടകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? LDF കോട്ടകൾക്ക് കാറ്റ് വീഴ്ചയുണ്ട്. ഒരു UDF-ന്റെ സുനാമി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സാഹചര്യം. രണ്ട് മണ്ഡലത്ത് മാത്രമാണ് ഇടതു മുന്നണി ലീഡ് ചെയ്തത്. അത് കൊച്ചിയിലും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും മാത്രം, രണ്ടിടത്ത് മാത്രം. എറണാകുളത്ത് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും UDF വേവ് ആണ്, UDF തരംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കോട്ടകളിൽ ചോർച്ച, അങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ശ്രീധരൻ. പയ്യന്നൂർ എണ്ണുമ്പോൾ ആദ്യ റൗണ്ടിൽ കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടില്ല. പയ്യന്നൂരിൽ അവിടെ LDF ജയിക്കുമായിരിക്കും, പക്ഷേ കിട്ടിയിട്ടില്ല. ശ്രീധരൻ പറയൂ. പയ്യന്നൂരിൽ പാർട്ടി കോട്ടകളിൽ കാര്യമായിട്ടുള്ള വിള്ളൽ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദ്യ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ കരിവെള്ളൂർ പഞ്ചായത്തിൽ 6500-ലധികം വോട്ടുണ്ടായിരുന്നത് ഇത്തവണ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ, അതായത് 14 ബൂത്തുകൾ കഴിയുമ്പോൾ 3000-ൽ താഴെ മാത്രമാണ് CPM ഭൂരിപക്ഷം. അതായത് പാർട്ടി കോട്ടകളിൽ വൻ വിള്ളൽ വീഴുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പയ്യന്നൂരിൽ നിന്ന് ആദ്യ ട്രെൻഡിൽ മനസ്സിലാകുന്നത്. ഇനി കരിവെള്ളൂർ പഞ്ചായത്തിൽ എണ്ണാനുള്ള 4 ബൂത്തുകൾ കൂടിയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലേക്ക് കിടക്കും. അപ്പോൾ ആദ്യ സൂചനകൾ നോക്കുമ്പോൾ TI മധുസൂദനൻ മുന്നിലാണെങ്കിൽ പോലും CPM-നെ സംബന്ധിച്ച് വലിയ വിള്ളൽ പാർട്ടി കോട്ടകളിൽ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് ആദ്യ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്.